കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒന്നുകൂടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് അവസാനത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വാക്യം ഇങ്ങനെയാണ്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നിനക്ക് എതിരെ വാഴ്ചകളും അധികാരങ്ങളും വന്നത് നിന്റെ കുടുംബത്തിലെ നന്മകളെ വെപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ക്രൂശിൽ നടന്നത് ദൈവം അതിനെ ആയുധവർഗം വെപ്പിച്ചു. കൈപ്പൊക്കി ഒരാമയും പറ. നിന്റെ കുടുംബം ഇല്ലാതാകാൻ വേണ്ടിയാ പിശാച് വന്നേ. പക്ഷെ തൂത് പറയുക, അതിനെ ആയുധവർഗം വെപ്പിക്കും. ഒരാമയും പറയാ, അതിനെ ആയുധവർഗം വെപ്പിക്കും. ഇന്ന് പ്രാർത്ഥനയിൽ ആയുധവർഗം വെപ്പിക്കും. അതായത് അതെ, ഒരു പെൺകുട്ടിയെ കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ ചെന്നു. ആ കുട്ടി ബ്ലഡ് ഛർദ്ദിക്കുക. ഡോക്ടർ കുറച്ച് ദിവസം നോക്കിയിട്ട് കാര്യങ്ങൾ മാറുന്നില്ല. ക്യാൻസറിൻ്റെ ടെസ്റ്റിന് വിട്ടപ്പോൾ ആ കുട്ടിക്ക് ലുക്കീമിയ, ലാസ്റ്റ് സ്റ്റേജാ. ചെറിയ കുട്ടിയെ മരിച്ചു പോകും. സുന്ദരിയായ പെൺകുട്ടി. RCC കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ തള്ളി. ഡോക്ടർ പറഞ്ഞു കൊച്ചു മരിച്ചു പോകും. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഒരു നിവൃത്തിയില്ലഞ്ഞിട്ട് തിരിച്ച് രണ്ടാമത് RCC കൊണ്ടുവന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് RCC കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി ഇവിടെ കിടന്നാലും മരിക്കും, നിങ്ങളുടെ വീട്ടിൽ പോയാലും മരിക്കും. അവരാ നടുറോടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവെ കൊച്ചിനെ തിരിച്ചു തന്നാൽ നിനക്ക് വേണ്ടി ജീവിച്ചോളാം. പ്രാർത്ഥന കേൾക്കുമോ ദൈവം? അവളിന്ന് അയർലൻഡിലാ. എലോഹീമിൻ്റെ വിശ്വാസികളാ അവർ. കയ്യൊന്ന് ഉയർത്തി ഒരാമീൻ പറ. ചില ചെറിയ പ്രാർത്ഥനകളൊക്കെ അത്ഭുതമായി മാറും. ചെറിയ പ്രാർത്ഥനകളൊക്കെ അത്ഭുതമായി മാറും. ചിലതിനെ ആയുധവർഗം വെപ്പിക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശക്തി ഇന്നലെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. അതിനെ പരസ്യ കാഴ്ചയാക്കി അതിന്മേൽ ജയോത്സവം കൊണ്ടാടി. അതിനെ പരസ്യ കാഴ്ചയാക്കി അതിന്മേൽ ജയോത്സവം കൊണ്ടാടി. ഒരു വാക്കൂടെ പറയാ. ഇത് നിങ്ങളുടെ ബൈബിളിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കുക. ഈ ബൈബിളാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. ഇതാ നിങ്ങൾ വായിക്കുന്നത്. കത്തോലിക്ക പള്ളിയിലും ഓർത്തഡോക്സ് പള്ളിയിലും പാത്രിക്കീസ് പള്ളിയിലും ഒക്കെ നമ്മൾ ഈ ബൈബിളാണ് വായിക്കുന്നത്. ഇതിനകത്ത് ഇതൊക്കെ കിടപ്പുണ്ട്. രാമയും പറ. ഇതാ കേൾക്കണ്ടി. പുതിയ നിയമം കേൾക്കണം. രാമയും പറഞ്ഞില്ല. പഴയ നിയമം വേണ്ടാന്നൊന്നുമല്ല, പഴയ നിയമം വായിക്കണം. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല. രാമയും പറഞ്ഞില്ല. ചില പഴയ നിയമം വേണ്ടെന്നൊക്കെ പറയുന്നു. അത് വെളിവില്ലാത്തതുകൊണ്ടാണ്. രാമയും പറഞ്ഞില്ല. ഇല്ല, പഴയ നിയമം വേണ്ടേ? കാലില്ലാതെ തലയില്ല, ഉണ്ടോ? എന്നാൽ കാലങ്ങ് വെട്ടിക്കളയാൻ തല മാത്രം മതി. പറ്റുമോ? പറ്റുകയില്ല. കാല് വേണം. പഴയ നിയമത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് പുതിയ നിയമം. അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ആന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിലാണ് പറയുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം വരത്തക്ക പോലെ പ്രവചന പുരുഷനായി ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന യെശയ്യാ പ്രവാചകൻ നാവെടുത്തു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. കൈപൊക്കിയോ രാമീ മറന്നര്. ഒരു വാക്കൂടെ പറയുക. ഈ ദൈവരാജ്യത്തിന് വേണ്ടി എന്തുവില ചെയ്യുന്നില്ലയോ, അതിന് നിന്റെ പിള്ളേർക്ക് പ്രതിഫലം തരുന്നയോ? ഒരാമയും പറഞ്ഞില്ല. അങ്ങനാണ്. ഒരു ദിവസം അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പുരുഷന്മാർ വന്നു. എത്ര പേര്? 3 പുരുഷന്മാർ. അബ്രഹാം നിലത്തോളം കുനിഞ്ഞ്
അവരെ കൈക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് സാറയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, അവർക്ക് 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു തടിപ്പിച്ച കാളയും പിടിച്ച് അറുത്ത് അവർക്ക് മാംസം കൊടുക്കണം. ഒരു കാര്യമുണ്ട്, അന്ന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ വിചാരിച്ചില്ല ഈ കൊടുത്തതിൻ്റെ പലിശ സഹിതം വീട്ടിൽ തിരിച്ചു കിട്ടുമെന്ന്. 3-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല അല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് ആ പാഠഭാഗത്തൊരു വാക്ക് പറയേണ്ടതാണ്. നിങ്ങളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ഇരിക്കുന്ന സ്ഥലമായ ഉയരത്തിലിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? ഉയരത്തിലിരിക്കുന്നു. ഉയരത്തിലിരിക്കുവാണെങ്കിൽ താഴെ ഉള്ളതെല്ലാം നിന്റെ കാൽ കീഴിലാണ്. ലോകം നിന്റെ കാൽ കീഴിലാണ്. പിശാച് നിന്റെ കാൽ കീഴിലാണ്. ആധിപത്യം നിന്റെ കാൽ കീഴിലാണ്. നിനക്കെതിരെ കൊണ്ടിട്ടതൊക്കെ നിന്റെ കാൽ കീഴിലാണ്. അഭിഷക്ത മുഴുവൻ ഇന്ന് രാവിലെ നിന്റെ കാൽ കീഴിലാണ്. രണ്ട് മൂന്ന് കാര്യം കൂടെ അതിൽ ചേർത്ത് പറയുകയാണ് പൗലോസ്. എനിക്ക് ഈ കൊലോസ് ലേഖനം ഭയങ്കര ഇഷ്ടമാണ്. പൗലോസ് അതിനകത്ത് ഇനി കുറച്ച് ഉപദേശം പറയുകയാണ്. അടുത്ത 5-ാമത്തെ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിൽ ഉള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഒന്നുകൂടെ, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നിങ്ങൾക്ക് ആ വാക്ക് എന്താണെന്ന് മനസ്സിലായോ? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഈ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നില്ലേ? അത്യാഗ്രഹം. 100 രൂപ കിട്ടി, പൈസ ഉണ്ടാവണം. നമ്മൾ ഈ പൈസ കൊണ്ട് എവിടെയും പോകും? ഇല്ല, ഒന്നുമില്ല. ജീവിക്കാനാ ദൈവം പൈസ തന്നേ. അത് സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കണം, ദൈവരാജ്യത്തിന് ഉപയോഗിക്കണം, ദൈവസഭയ്ക്ക് നിന്റെ പണം ഉപയോഗിക്കപ്പെടണം. പഠനം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാറ്റണം. എന്നിട്ട് 10-ാമത്തെ വാക്യം വായിച്ചോ മോളെ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? ബർബരൻ, ശകൻ, ദാസൻ എന്നൊന്നും ക്രിസ്തുവിലില്ല. അതായത് നിനക്ക് പിടിക്കുന്നതല്ല ദൈവത്തിന് പിടിക്കുന്നത്. ഒരാമയും പറ. നിന്റെ അളവുകോലല്ല ദൈവത്തിന്റെ അളവുകോല്. ഒരു മിനിറ്റ്. ഈ നമ്മുടെ ബൈബിളിന്റെ വംശാവലി വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി വായിച്ചിട്ടുണ്ടോ? ശരി, വായിക്കുമോളെ. പെണ്ണുങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. 5 സ്ത്രീകളുടെ പേരുണ്ട്, അല്ലയോ? സ്ത്രീകളുടെ പേര് മാത്രം വായിച്ചാൽ മതി. യഹൂദ താമാറിൽ പാരസിനെയും. ഒരു മിനിറ്റ്. യഹൂദ താമാറിൽ. ശരി, എന്റെ ചോദ്യം, താമാറിന്റെ പണി എന്നായിരുന്നു? താമാർ ആരാണ്? വേശ്യാവസ്ത്രം ഇട്ട് വന്നയാളാണ് താമാർ. പക്ഷെ താമാറിന്റെ പേര് പുസ്തകത്തിലുണ്ട്. ആമീൻ പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ പുസ്തകത്തിൽ കാണും. നീ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ആദ്യം പുസ്തകത്തിൽ കാണും. ഒരാമീൻ പറ. അടുത്ത ആള് വായിക്കും. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. അങ്ങനെ സഹോദരിമാരുടെ കുറച്ചു പേരുടെ പേരുണ്ട്. ബൈബിളിന്റെ കാര്യങ്ങൾ പറഞ്ഞിങ്ങോട്ട് വരുമ്പോ വംശാവലിക്കകത്ത് സ്ത്രീകളുടെ പേര് കർത്താവ് തിരികെ കയറ്റി. എന്നാന്നറിയാവോ? അവഗണിച്ച നിന്നെ ഉയർത്തുന്ന ദിവസം വരും. കാര്യം ഞാൻ പറയാം, കേട്ടോണം. രാഹാബിനെ ദൈവം പൊക്കാനുള്ള കാര്യം എന്നാണെന്നറിയോ? ദൈവദാസന്മാരെ സംരക്ഷിച്ചു. ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവദാസന്മാരെ സംരക്ഷിച്ചു. അവള് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നു.
തിരിഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു മിനിറ്റ്. രാഹാവെന്ന വേശ്യ ഇവിടെ പേര്. പക്ഷെ അവള് പറഞ്ഞു, ഒരുത്തനും ഇല്ലാത്ത വെളിപ്പാടവത്തുണ്ട്. അവള് പറഞ്ഞു, ഈ പട്ടണം നിങ്ങൾ പിടിക്കും. ചില പട്ടണങ്ങൾ നീ പിടിക്കാൻ പോവാ. നിന്റെ പിള്ളേർ ഉയരാൻ പോവാ. ലോകം അപമാനിച്ച ആളുകൾ അപമാനിച്ച. രണ്ടാമത്തെ വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധന കാരണമായി തീർന്ന ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ. നിങ്ങൾക്ക് ചില വാതിൽ ദൈവം തുറന്നു വരും. ഉറപ്പുള്ള ദൈവമക്കള് സ്തോത്രം ചെയ്തോ. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിൽ തുറക്കാൻ പോവാ. ചില വ്യക്തികൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിൽ പിശാച് അടച്ചു വെച്ചത്, മന്ത്രവാദി അടച്ചു വെച്ചത്, ആഭിചാരകൻ അടച്ചു വെച്ചത്, ഇന്ന് എന്റെ ദൈവം തുറക്കാൻ പോവുക.